ഇപ്പോൾ നോക്കൂ, ഫേസ്ബുക്കിൻ്റെ ആപ്ലിക്കേഷൻ ലോഡാകുന്നുണ്ട്. ടെസ്റ്റിങ്ങിന് ആവശ്യമായ ഡാറ്റ എല്ലാം നമ്മളുടെ ബ്രൗസറിൽ നിന്ന് ഈ ടൂളിലേക്ക് വരണമെങ്കിൽ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഹേ എവരിവൺ, ഞാൻ മനു. ഞാൻ ഒരു സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റാണ്. പ്രീവിയസ്ലി നമ്മൾ വെബ് ആപ്ലിക്കേഷൻ പെൻട്രേഷൻ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ടെസ്റ്റിംഗ് ഇതിനെ ബേസ് ചെയ്തൊരു പ്ലേലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ഒരു HTTPS വെബ്സൈറ്റിലെ ട്രാഫിക് എങ്ങനെ കളക്ട് ചെയ്യാമെന്ന് പഠിക്കാൻ പോവുകയാണ്. പ്രീവിയസ്ലി നമ്മൾ DBWA അല്ലെങ്കിൽ ഡാം വൾനറബിൾ വെബ് ആപ്ലിക്കേഷൻ എന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിലെ ട്രാഫിക് നമ്മുടെ ടെസ്റ്റിംഗ് സോഫ്റ്റ്വെയറായ സാപ്പിലേക്ക് കൊണ്ടുവരാൻ പഠിച്ചിരുന്നു. എന്നാൽ ഈ DBW എന്ന സൈറ്റ് റൺ ചെയ്തത് HTTP എന്ന പ്രോട്ടോക്കോളാണ്. സോ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, നിങ്ങൾ ഒരുപക്ഷെ ഗവൺമെൻറ് സൈറ്റിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൈറ്റിലോ കയറുമ്പോഴത്തേന് ദിസ് സൈറ്റ് ഈസ് നോട്ട് സെക്യൂർ എന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ വരുന്നത്. ആ സൈറ്റ് HTTPയിലാണ് വർക്ക് ചെയ്യുന്നത്, HTTPSലല്ല. അത് നമ്മുടെ ഡിഫറൻസ് എന്ന് വെച്ചാൽ HTTPS എന്ന് പറയുന്നത് ഒരു ട്രസ്റ്റഡ് ആയിട്ടൊരു പ്രോട്ടോക്കോളാണ്. അതിന് കാരണം ആ ഒരു വെബ്സൈറ്റിൽ ഒരു ഓതറൈസ്ഡ് പാർട്ടി ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ് ആ ഒരു സൈറ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ആ സൈറ്റ് ഏത് ബ്രൗസറിൽ ഓപ്പൺ ആകുന്നോ അപ്പോൾ ആ ഒരു സൈറ്റിനെ ബ്രൗസർ ട്രസ്റ്റ് ചെയ്യും. അതൊരു ജെന്യുവൻ സൈറ്റ് ആണെന്നൊരു തേർഡ് പാർട്ടി ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആ ഒരു സൈറ്റിനെ അവർ ആക്സെപ്റ്റ് ചെയ്യും. സോ അതുകൊണ്ടാണ് ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത പല സൈറ്റുകളും ഇത് സൈറ്റ് ഈസ് നോട്ട് സേഫ് എന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ നമുക്കവിടെ വരാൻ കാരണം. ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രീവിയസ്ലി ഇൻസ്റ്റാൾ ചെയ്ത DBW ആപ്ലിക്കേഷൻ HTTPയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇൻ കേസ് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ബഗ് ബൗണ്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്കിത് ആവശ്യം വരും. കാരണം എല്ലാ സൈറ്റും റൺ ചെയ്യാൻ പോകുന്നത് HTTPSലാണ്. സോ ആ സൈറ്റിലെ ട്രാഫിക് എങ്ങനെ നമുക്ക് കളക്ട് ചെയ്യാം, അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ ചെയ്യുന്ന ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് HTTPS വെബ്സൈറ്റിലെ ട്രാഫിക്കും കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ പ്രാക്ടിക്കൽ കണ്ടന്റിലോട്ട് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? എങ്ങനെ ഓവാസിൻ്റെ സാപ്പ് ആപ്ലിക്കേഷൻ നമ്മളുടെ കാലി മെഷീനിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതേപോലെ ട്രാഫിക് നമ്മളുടെ ഓവാസ്പിൻ്റെ സാപ്പ് ആപ്ലിക്കേഷനിലേക്ക് ഈ പറയുന്ന DBWൻ്റെ ട്രാഫിക്ക് എങ്ങനെ കളക്ട് ചെയ്യാമെന്ന് പഠിച്ചു. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇവിടുത്തെ ട്രാഫിക്ക് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം നോക്കൂ, HTTP ട്രാഫിക്കാണ്, അതായത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ നമുക്ക് വേണ്ടത് അല്പം കൂടെ റിലയബിൾ ആയിട്ടുള്ള HTTPS ട്രാഫിക്കാണെന്ന് വിചാരിക്കുക. സോ ഈ ഒരു ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇത് ഒട്ടും സെക്യൂർ അല്ലെന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, എന്നാൽ നമുക്ക് വേണ്ടത് HTTPS ട്രാഫിക്കാണെന്ന് വിചാരിക്കുക. നമ്മളുടെ ക്ലയൻറ്റ് ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന കമ്പനിയിൽ നിങ്ങളിപ്പോൾ പഠിക്കുന്ന നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആപ്ലിക്കേഷൻ ലൈവായിട്ടൊരു സൈറ്റാണെന്ന് വിചാരിക്കുക. സോ ഈ ലൈവ് സൈറ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ നോക്കുന്നത് ഫേസ്ബുക്കാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഇത് നോക്കൂ. ഈ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ലോഡ് ചെയ്യാൻ പോയപ്പോൾ പറയുന്നത് എന്താണ്? സോഫ്റ്റ്വെയർ ഈസ് പ്രിവെൻറ്റിംഗ് ഫയർവാൾസ് ഫ്രം സേഫ്റ്റി കണക്റ്റിംഗ് ടു ദിസ് സൈറ്റ്. അതായത് നമ്മളുടെ സാപ്പ് ആപ്ലിക്കേഷൻ വെച്ച് നമ്മൾ ട്രാഫിക് എടുക്കാൻ നോക്കുമ്പോൾ അത് പറ്റുകയില്ല. എന്നാൽ ഞാൻ പോകുന്നത് ഇപ്പോൾ ഒരു HTTP സൈറ്റ് ലോഡ് ചെയ്യാനാണെന്ന് വിചാരിക്കുക. ഇവിടെ ഞാൻ /test.php എന്ന് കൊടുത്ത് നോക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു സൈറ്റ് ഇവിടെ ലോഡാകാൻ നമുക്ക് കാണാൻ പറ്റും. ഇത് നോക്കൂ, ഈ ഒരു സൈറ്റ് ഒരു ഇഷ്യൂ ഇല്ല ലോഡാകുന്നുണ്ട്. എന്നാൽ അപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഫേസ്ബുക്ക് പോലുള്ള HTTPS സൈറ്റ് ഇവിടെ ലോഡാകുകയില്ല. അതിന് കാരണം ഈ പറയുന്ന HTTPS സൈറ്റിൽ ഇവർക്കൊരു സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഇത് നോക്കൂ, ഇവിടെ സർട്ടിഫിക്കറ്റ് ഇതില്ല. എന്നാൽ HTTPS സൈറ്റിലൊക്കെ ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ HTTPS എന്ന് പറയാനുള്ള കാരണം. സോ HTTP സേഫ്. സോ ഇതിനകത്ത് ഈ സർട്ടിഫിക്കറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഇവിടെ ഒരു മിഡിൽ മാൻ ഈ കമ്മ്യൂണിക്കേഷൻ ക്യാപ്ചർ ചെയ്യാൻ നോക്കുമ്പോൾ ആ ട്രാഫിക്കിനെ അത് പ്രിവെൻറ്റ് ചെയ്യും. സോ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഓവാസ് ആപ്പ് കണക്ട് ചെയ്തിരിക്കുകയെ നേരെ നിങ്ങളുടെ സെറ്റിങ്സിലോട്ട് പോവുക, ടൂൾസിലോട്ട് പോവുക, അവിടെ ഓപ്ഷൻസിൽ പോയിട്ട് സെർവർ സർട്ടിഫിക്കറ്റ്, ഈ സർട്ടിഫിക്കറ്റ് നോക്കുക. ഈ സർട്ടിഫിക്കറ്റ് നമ്മളുടെ മെഷീനിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്, സേവ് ചെയ്യാൻ പോവുകയാണ്.
സോ ഇവിടെ സേവ് ചെയ്തിരിക്കുന്ന ഈ ഫോമിലാണ് CR ആണ് എസെൻഷ്യൽ. സോ ഇപ്പോൾ ഈ സർട്ടിഫിക്കറ്റ്, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന, നമ്മൾ കയറുന്ന ഫേസ്ബുക്ക് പോലുള്ള സൈറ്റിൻ്റെ സർട്ടിഫിക്കറ്റ്, അത് ട്രസ്റ്റ് ചെയ്യുന്നത് ക്ലയൻറ്റ് സൈഡും സെർവർ സൈഡും. സോ ക്ലയൻറ്റിൽ നിന്ന് പോകുന്ന കമ്മ്യൂണിക്കേഷൻ സെർവറിലേക്ക് എത്തണം, അതിനിടയ്ക്ക് വേറെ ആർക്കും കാണാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം ഇവിടെ വരുന്നത്. എന്നാൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാപ്പ് എന്ന ആപ്ലിക്കേഷനിലേക്ക് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ എത്തിയാൽ മാത്രമേ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് സാപ്പിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ ഈ ബ്രൗസറിലേക്ക് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനായിട്ട് നമ്മൾ നേരെ സെറ്റിങ്സിൽ പോയിട്ട് സർട്ടിഫിക്കറ്റ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ സർട്ടിഫിക്കറ്റ് ഇമ്പോർട്ട് ചെയ്യാൻ ഓപ്ഷനുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. സോ നമ്മൾ ഡൗൺലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റിൻ്റെ പേര് ഇതാണ്. ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഡൗൺലോഡ്സിനുള്ളിലാണ്. ഓക്കെ, സോ ഇല്ല, ആ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ആയിട്ടില്ലെന്ന് തോന്നുന്നു. നമുക്ക് ഒരിക്കൽ കൂടി ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. അതെ, സോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരിക്കൽ കൂടി ബ്രൗസറിൽ പോകുന്നു, സെറ്റിങ്സിലേക്ക് വരുന്നു. ഇവിടെ ഞാൻ സർട്ടിഫിക്കറ്റ് സെർച്ച് ചെയ്യുന്നു. സർട്ടിഫിക്കറ്റ് വരുമ്പോൾ അത് ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത സർട്ടിഫിക്കറ്റ് ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറയുകയാണ് CR സർട്ടിഫിക്കറ്റ്. ഇത് രണ്ടും സർട്ടിഫിക്കറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ഇനി ഞാൻ ഫേസ്ബുക്ക് ലോഡ് ചെയ്യുകയാണ്. ഇപ്പോൾ നോക്കൂ, ഫേസ്ബുക്കിൻ്റെ ആപ്ലിക്കേഷൻ ലോഡാകുന്നുണ്ട്. ഈ ട്രാഫിക് നമ്മളുടെ OWASP ആപ്പിലേക്ക് എത്തുന്നുമുണ്ട്. സോ ഇതാണ് നമ്മളുടെ സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റലേഷൻ ആവശ്യം. ടെസ്റ്റിങ്ങിന് ആവശ്യമായ ഡാറ്റ എല്ലാം നമ്മളുടെ ബ്രൗസറിൽ നിന്ന് ഈ ടൂളിലേക്ക് വരണമെങ്കിൽ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പ്രീവിയസ്ലി നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് ഈ പേജ് ലോഡാകുന്ന പോലും ഉണ്ടായിരുന്നില്ല. കാരണം എന്തായിരുന്നു, ഈ കാണുന്ന വെബ്സൈറ്റിൽ ഓൾറെഡി ഉള്ള സർട്ടിഫിക്കറ്റ്. സോ ഈ സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ടാണ് ഇതിനെ HTTPS എന്ന രീതിയിൽ വരുന്നത്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ബൈ ഡിഫോൾട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ഈ സർട്ടിഫിക്കറ്റ് കാരണം നമ്മളുടെ ഈ ക്ലയൻറ്റ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ് പേജിൽ കാണുന്ന ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ, ആ കമ്മ്യൂണിക്കേഷൻ പോകുന്നത് സെർവറിലേക്കാണ്. ആ കമ്മ്യൂണിക്കേഷൻ മാത്രമേ അവർ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. മിഡിൽ മാൻ വന്ന് ട്രാഫിക് എടുക്കുമ്പോഴത്തേന് അതിനെ അവർ അവോയ്ഡ് ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് ആ കമ്മ്യൂണിക്കേഷൻ വർക്കാകാതെ പോയത്. എന്നാൽ നമ്മൾ ട്രസ്റ്റഡ് സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ നേരെ വെബ്സൈറ്റിൽ നിന്ന് നമ്മളുടെ സാപ്പിലേക്ക് എത്താൻ പറ്റി. സോ ഇങ്ങനെ നമുക്ക് നമ്മളുടെ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യാനും പറ്റി. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ നമുക്ക് വേണ്ട ബേസിക് സെറ്റപ്പ് എല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള വീഡിയോ നമുക്ക് നേരെ പ്രാക്ടിക്കലോട് കിടക്കാവുന്നതാണ്. സോ നിങ്ങളുടെ ലാബ് സെറ്റപ്പ് നിങ്ങൾ നടത്തുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ അടുത്ത വീഡിയോയിൽ നമ്മൾ നേരെ പോകുന്നത് DBWA ഉപയോഗിച്ചിട്ടുള്ള ടെസ്റ്റിങ്ങിലേക്കാണ്. അപ്പോൾ നിങ്ങളുടെ വെബ് ആപ്ലിക്കേഷനും അതേപോലെ ടെസ്റ്റിംഗ് ആപ്ലിക്കേഷൻ നിങ്ങൾ സെറ്റാക്കി വെക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.